ഒന്നാമത്തെ വചനം ഇങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും സഹായമൊന്നും കിട്ടുന്നില്ലാത്തൊരു സമയം, വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളൊന്നും ഈ സങ്കീർത്തനം 57 അതിൻ്റെ 2-3 വാക്യങ്ങൾ വചനം കാണാതെ അറിയാൻ തോന്നുന്നല്ലേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഈശോയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഈശോ നമുക്കാരാണ്? എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും, എന്നെ സഹായിക്കും. ഈശോയെ വിളിച്ചപേക്ഷിക്കുക. 64:4 പറഞ്ഞില്ലേ, ഈശോയ്ക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക, കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി ഒന്ന് തയ്യാറെടുത്തിരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആ അത്യുന്നതനായ ദൈവം എങ്ങനെ പ്രവർത്തിക്കുക? സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് നിന്നെ രക്ഷിക്കും. മറ്റൊരു വചനം, സുന്ദരമായൊരു വചനമാണ്, സങ്കീർത്തനത്തിൽ തന്നെ 108-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ്, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. എന്ന് വെച്ചാൽ മുമ്പോട്ടുള്ള യുദ്ധം ആരെങ്കിലും ഇടിക്കുന്നോ തൊഴിക്കുന്നോ ചവിട്ടുന്നതിനെ കുറിച്ചല്ല, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ചില സ്ഥിതികളുണ്ട്. പക്ഷേ വചനം പറയാണ്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായി പൊരുതും. ഈ പരീക്ഷയായിരിക്കാം, നാളെ വരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം, നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് ഈ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില പ്രൊജക്റ്റുകൾ, ചില തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം, എടുത്തൊരു തീരുമാനം പൂർത്തിയാക്കേണ്ടതായിരിക്കാം. സങ്കീർത്തനം 108-13 വചനം വായിച്ച് പ്രാർത്ഥിക്കണം. ഹൃദയത്തിലോട്ടത് എഴുതിയെടുക്കുകയല്ല, ഹൃദയത്തിലോട്ടത് വേറിട്ട് ഉറപ്പിക്കണം. സ്വർഗത്തിൽ നിന്നൊരു സഹായം ഞങ്ങൾക്ക് കിട്ടും. കർത്താവ് തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും. ഈ 2 വചനങ്ങൾ മനസ്സിലോട്ടെടുക്കാം. മൂന്നാമത്തെ ഒരു വചനം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമാണ് നെഹേമ്യ 2:20. പഴയ നിയമത്തിലെ സുന്ദരമായൊരു പുസ്തകമാണ് നെഹേമ്യയുടെ 2:20. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങൾ പണിയും. ഈ 3 വചനങ്ങളുടെ ശക്തി നിങ്ങളോട്ട് നിറയണം. നീ വിളിച്ചപേക്ഷിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്.